ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പഴയ നിയമത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചുമൊക്കെയായിരുന്നു നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നും അതിന്റെ ബാക്കിയുള്ള ചില മേഖലകൾ നമ്മൾ ധ്യാനിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ സൃഷ്ടി മുതൽ പ്രവാചകന്മാരും നേതാക്കന്മാരും വരെയുള്ള ആ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അസാധാരണമായ ബലവും ശക്തിയും ദൈവജനത്തിന് നൽകാനും അതുപോലെ തന്നെ നേതാക്കന്മാർക്ക് നൽകാനും പരിശുദ്ധാത്മാവ് ചിലയിടങ്ങളിൽ പഴയ നിയമത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് സാംസൺ എന്ന് പറയുന്ന ദൈവജനത്തിന്റെ നേതാവിന് ദൈവം ചില സന്ദർഭങ്ങളിൽ അസാധാരണമായ ശക്തി അവനിൽ കൊടുത്തത് പരിശുദ്ധാത്മാവാണെന്നുള്ള സൂചന നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് നമ്മളത് കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-6 വചനങ്ങൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. സാംസന്റെ നേരെ അലറിക്കൊണ്ടുവന്ന ഒരു സിംഹക്കുട്ടിയെ കണ്ടപ്പോൾ ഉടനെ അവനുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ ആ സിംഹത്തെ അവൻ ചീന്തിക്കളഞ്ഞു. നോക്കുക, അസാധാരണമായൊരു ശക്തി പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സാംസന് ലഭിക്കുകയാണ്. ഇത് ദൈവജനത്തിന് ഇന്നും ലഭിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു അനുഭവം തന്നെയാണത്. ചില വ്യക്തികളുണ്ടല്ലോ, ചില പ്രത്യേകമായ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ശക്തി ലഭിക്കുകയാണ്. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കൂദാശകളിലുമൊക്കെ ആഴപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കൃപയാണത്, ഒരു ശക്തിയാണ്, പെട്ടെന്നൊരു ശക്തി. ചിലപ്പോൾ ചില വ്യക്തികളെ മറ്റുള്ളവർ അങ്ങേയറ്റം ആക്രോശിച്ച് ക്രൂശിച്ച് വേദനിപ്പിച്ച് അപമാനപ്പെടുത്തി കളിയാക്കി സകല മനോവീര്യവും നശിപ്പിച്ചു കളയുന്ന വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ അന്തരാത്മാവിൽ നിന്ന് പെട്ടെന്നൊരു ശക്തി, ഇതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അവൾക്ക് പെട്ടെന്ന് ആ ആത്മാവിന്റെ ശക്തി ലഭിച്ചതോടെ തിന്മയുടെ ശക്തികൾ ഓടിപ്പോവുകയാണ്. പിന്നെ ഒരാഴ്ചക്കാലം അവളെ ഈ തിന്മയുടെ ശക്തികൾ തൊട്ടില്ല, അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നില്ല. അപ്പൊ നോക്കുക, ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ വലിയ ശക്തി, ശക്തമായ പ്രവർത്തനം, ശക്തമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടാറുണ്ട്. സാംസന്റെ തന്നെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ 14-15 വചനങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തി. സന്ദർഭം എന്താണെന്ന് നമ്മൾ ഓർക്കണം. ഫിലിസ്ത്യരായ ഭരണാധികാരികളെ ഏൽപ്പിക്കാൻ വേണ്ടി കുറെ ഫിലിസ്തീയർ ചേർന്ന് സാംസനെ പുതിയ 2 കയറുകൊണ്ട് ബന്ധിച്ച് അവനിരുന്ന ഏത്താ പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. കേൾക്കുക, അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ
ആർപ്പ് വിളികളോടെ പുതിയ 2 കയറുകൊണ്ട് ബന്ധിച്ച് ബന്ധനസ്ഥനാക്കി ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നപ്പോൾ സംഭവിച്ച കാര്യം നോക്കുക. അവനെ ബന്ധിച്ചിരുന്ന കയറുകൾ പൊട്ടി, അത് ചാരമായി പോകുന്നു. മാത്രമല്ല, കെട്ടുകൾ അറ്റുവീണു, കരിഞ്ഞ ചണനൂൽ പോലെ ആ കയറുകളായി മാറി. ഇപ്രകാരമുള്ള അസാമാന്യമായ ശക്തി പരിശുദ്ധാത്മാവ് വ്യക്തികൾക്ക് നൽകാറുണ്ട്, ഇന്നും നൽകുന്നുണ്ട്. ഇത് പഴയ നിയമത്തിലെ അതിശക്തമായ ഒരു അവബോധമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിനിയും ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു ചില പ്രത്യേകത, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചെറിയ വ്യത്യാസങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ, കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ധ്യാനിച്ചത് പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമാണ്. പക്ഷെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചില വ്യത്യാസങ്ങളുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വ്യത്യാസം, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആരും തങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവരല്ല. അത് മോശയായാലും ശരി, കാലബായിരുന്നാലും ശരി, ജോഷുവ ആയിരുന്നാലും ശരി, റൂത്ത് ആരായിരുന്നാലും ശരി, സാംസനോ ദാവീദോ എസക്കിയേലോ അവർക്കാർക്കും പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരുമെന്ന് പ്രതീക്ഷിച്ചവരല്ല. അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ദൈവം അവർക്ക് നൽകുന്നു എന്നേ ഉള്ളൂ. അവർ ചോദിച്ചതുകൊണ്ട് ലഭിച്ചതല്ല. പഴയ നിയമത്തിൽ ആരും പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുമ്പോൾ അത് നൽകുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ അത് പരിപൂർണമായിട്ടും അവിടെ പരിശുദ്ധാത്മാവിന് നൽകുന്നത് ദൈവം ചില വ്യക്തികൾക്ക് നൽകുകയാണ്, ചില സന്ദർഭങ്ങളിൽ നൽകുകയാണ്, അല്ലാതെ ദൈവജനം ചോദിച്ചതുകൊണ്ടല്ല. എന്നാൽ പുതിയ നിയമത്തിൽ നോക്കുക, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് തുടർന്നു വരുന്ന ആഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കും. എന്നാൽ പുതിയ നിയമത്തിലെ പൊതുവായിട്ട് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചോദിക്കുന്നവർക്ക് ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമൂഹങ്ങളിലേക്ക് അപ്പസ്തലന്മാർ ചെല്ലുന്നു, അല്ലെങ്കിൽ അഭിഷേകം സ്വീകരിച്ചവർ ചെല്ലുന്നു, അവരുടെ മേൽ കൈകൾ വയ്ക്കുന്നു, അവരെ അഭിഷേകം ചെയ്യുന്നു. അവരൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊരു കാതലായ ഒരു വ്യത്യാസമാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന്റെ കാതലായ ഒരു വ്യത്യാസമാണത്. പുതിയ നിയമത്തിൽ യേശുവിന്റെ വരവോടും പന്തക്കുസ്ത അനുഭവത്തോടും കൂടെ ഒരു വ്യക്തിക്ക് ഇന്നും അത് ഈ കാലഘട്ടത്തിലും നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കാം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് ദൈവത്തോട് ചോദിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചെന്ന് കരുതി പഴയ നിയമത്തിലെ അഭിഷേകം എന്ന് പറയുന്നത് അത് പിന്നീട് ഒരിക്കലും അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നില്ല എന്ന അർത്ഥം സൂചനയില്ല. പഴയ നിയമത്തിൽ സാംസൺ അല്ലെങ്കിൽ സാവൂൾ ഇവരിലൊക്കെ നോക്കുക, അവരിലൊക്കെ പരിശുദ്ധാത്മാവിനെ കൊടുത്തെങ്കിലും അവർക്കൊക്കെയും പരിശുദ്ധാത്മാവിന് ലഭിച്ചെങ്കിലും പലപ്പോഴും അവർ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, സങ്കീർത്തനം 51 നമ്മൾ വായിക്കുന്ന കാര്യം, അവൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റുന്ന അനുഭവം അവൻ കണ്ടിട്ടുണ്ട്. സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിനെ തന്നെ എടുത്തു മാറ്റുന്നത് അവൻ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്, എടുത്തു മാറ്റരുത് എന്നാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുത്. സാവൂൾ ഇസ്രായേലിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നെങ്കിൽ അവനിൽ നിന്ന് രാജ്യം എടുത്തു മാറ്റിയതോടെ അവനിൽ കൊടുത്തിരുന്ന പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഒരു പെർമനന്റ് ആയിട്ട് ഒരു വ്യക്തിയിൽ, നിത്യമായിട്ട് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പഴയ നിയമത്തിലെ ആത്മാവ് കാലികമായിട്ടുള്ള പ്രവർത്തനമാണ്.
രാജ്യം അവനിൽ നിന്ന് എടുത്തു മാറ്റിയതോടുകൂടെ അവനിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റിയതായി കാണുന്നു. പകരം സാവൂളിനെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരു ദുരാത്മാവ് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളൊക്കെയും വളരെ സൂക്ഷ്മതയോടെ പെരുമാറേണ്ട, ജീവിക്കേണ്ട ഒരു മേഖലയാണത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ചില വ്യക്തികളുണ്ടല്ലോ, അവര് വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്കൊക്കെ ശേഷം ദുരാത്മാവിന്റെ ചില പ്രവർത്തനങ്ങളിൽ, ദുരാത്മാവിന്റെ പീഡകളിൽ, അതുപോലെ തന്നെ ദുരാത്മാവിന്റെ ശക്തമായ ചില ഉപകരണങ്ങളായി ചിലർ മാറി കണ്ടിട്ടുണ്ട്. ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അടുത്ത് വികാരിച്ചൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീട്ടിൽ പോയത്. അച്ഛൻ പ്രത്യേകം നിർബന്ധിച്ച് പറഞ്ഞു ഒന്ന് വീട്ടിൽ പോകണം. കാരണം ആ വീട്ടിലെ അപ്പൻ, ആ കുടുംബനാഥൻ പണ്ട് സജീവമായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുപോലെ അനേകർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. കരിസ്മാറ്റിക്കിന്റെ ആരംഭഘട്ടത്തിലൊക്കെ കരിസ്മാറ്റിക്കിലൊക്കെ ഉണ്ടായിരുന്നതും പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിച്ചുകൊണ്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പം അദ്ദേഹം മുഴുവൻ നേരവും വെള്ളവടിയാണ്. പള്ളിപ്പോക്കില്ല, എല്ലാരെയും മോശം പറഞ്ഞ്, തെറി പറഞ്ഞ് വളരെ വളരെ പാപകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് പോയി ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നാണ്. നോക്കുക, ചെന്ന ഉടനെ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞു 1977 അദ്ദേഹം നവീകരണത്തിലേക്ക് വന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. 1977 നവീകരണത്തിലേക്ക് വന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, അഭിഷേകം സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴോ ഞാൻ കാണുന്നത് 2005 2008 ആകാം. അദ്ദേഹം പറയുകയാണ്, എന്നെ ഇപ്പോൾ പിശാചാണ്, പൈശാചികമായ ബന്ധനത്തിലാണിപ്പോൾ. നോക്കുക, ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അനുഭവമോ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിലേക്ക് തിന്മയുടെ അരൂപികൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിന്നുമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിലെ ആത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുന്നത് വന്നെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാതെയും ഇരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന് നൽകുന്നത് നിത്യമായിട്ടാണ്. കത്തോലിക്കാ സഭയിലെ സ്ഥൈര്യലേപനം എന്ന കൂദാശ, ആ കൂദാശയിലൂടെ കൗദാശികമായി പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ട് തരികയാണ്. അത് എന്നേക്കുമായിട്ടാണ് തരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം എന്നേക്കുമായി നൽകുന്നു. ഈ ആത്മാവ് നമ്മളിൽ നിത്യം കുടികൊള്ളുകയാണ്. ഇതാണ് വ്യത്യാസം. പഴയ നിയമത്തിൽ അത് പെർമനന്റ് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അത് പെർമനന്റ് ആണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പിന്നെ അത് എന്നേക്കുമായിട്ട് അതിന്റെ മുദ്രയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതെ പോയേക്കാം. നീ മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ തീർച്ചയായും കൗദാശികമായി ഈ പരിശുദ്ധാത്മാവ് നിന്നിൽ കുടികൊള്ളുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രദ്ധയില്ലായ്മ മൂലം, പാപം മൂലം, തിന്മയുടെ ആധിക്യം മൂലം നമ്മളിൽ നിന്ന് ഈ ആത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആത്മാവിന്റെ മുദ്ര നമ്മളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുന്നുമില്ല. ഈ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിവോടെ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തി ഏതെങ്കിലും തകർച്ചയിലാണ് ഇപ്പോഴെങ്കിൽ, ആത്മാവിന് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതായി ഇപ്പോൾ പാപകരമായ തിന്മയുടെ സാഹചര്യത്തിലാണെങ്കിൽ, പുതിയ നിയമ ജനതയായ നമ്മെ സംബന്ധിച്ച് പ്രത്യാശാവഹമായ ഒരു കാര്യമുണ്ട്. നിനക്ക് തിരിച്ചു വരാനും വീണ്ടും ഈ ആത്മാവിനെ ഊതി നിനക്കുള്ളിൽ കത്തിച്ചു തരാനും ദൈവം തയ്യാറാണ്. കാരണം നിന്റെ ഉള്ളിലേക്ക് തന്നിരിക്കുന്ന ആത്മാവ് നിത്യാത്മാവാണ്, സത്യാത്മാവാണ്, നിത്യസഹായകനാണ്. അവിടുന്ന് നിത്യവും നിന്നിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിത്യവും വസിക്കുന്നവനാണ്. സാവൂളിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവ് അവന്റെ ദൈവിക ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്ത ആരംഭ കാലഘട്ടത്തിൽ അവനിലുണ്ടായിരുന്ന ആത്മാവ് പലപ്പോഴും ഇറങ്ങിപ്പോകുന്നുണ്ട്. പാപം മൂലമാണ്, വെറുപ്പ് മൂലമാണ്, വൈരാഗ്യം ഉള്ളിൽ നിറഞ്ഞപ്പോഴാണ്. ദാവീദിനെ കൊല്ലാൻ വേണ്ടി അവൻ പലതവണ ശ്രമിക്കുന്നുണ്ട്. അവൻ അസൂയ പൂണ്ട്, വെറുപ്പ് പൂണ്ട്, വൈരാഗ്യം പൂണ്ട് ജീവിച്ചപ്പോഴൊക്കെ ഒരു ദുഷ്ടശക്തി അവനിലേക്ക് കടന്നു വരികയും ഈ ദുഷ്ടശക്തി അവനെ ആക്രമിക്കുകയുമാണ്. പ്രിയപ്പെട്ടവർ, നമ്മളെ നയിക്കുന്നത് ഒന്നുകിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയാകാം. ഇനി ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ
ഒരു ജഡത്തിന്റെ ആത്മാവ് അരൂപിയും നമ്മെ നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രധാനമായും ഈ ജഡത്തിന്റെ അരൂപിയെ പലപ്പോഴും പിശാച് തന്നെയാണ് പലപ്പോഴും ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ നാം വളരെ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. സാവൂളിൽ നിന്ന് രാജ്യം എടുക്കപ്പെട്ട് രാജ്യഭരണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പോകുന്നുവെന്ന് സാവൂൾ അറിഞ്ഞു. ഉടനെ സാവൂളിന് വലിയ അസൂയയായി. സാവൂളിന് കൃത്യമായിട്ട് അറിയാം ആരാണ് അടുത്ത ഭരണകർത്താവെന്ന്. ദാവീദാണ് ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് സാവൂൾ പലതവണ ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്നു, കൊല്ലാൻ ആളെ വിടുന്നു, ഭൃത്യന്മാരെ വിടുന്നു. അങ്ങനെ ദാവീദിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അസൂയയും വെറുപ്പും കൊണ്ടാണ്. ഒരു പ്രാവശ്യം സാവൂള് ഒരു കുറെ ഭൃത്യന്മാരെ ദാവീദിനെ കൊല്ലാൻ വേണ്ടി അയച്ചു, കുന്തവും ഒക്കെ ആയിട്ട്. പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭൃത്യന്മാരെല്ലാവരും ദാവീദിന്റെ അടുക്കൽ ചെന്നപ്പോഴേക്ക് അവരെല്ലാവരും പ്രവചിക്കാൻ തുടങ്ങി. അവർക്ക് ആത്മാവിനെ ലഭിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവരെല്ലാം പ്രവചിക്കാൻ തുടങ്ങി. അവർക്ക് അതുകൊണ്ട് ദാവീദിനെ കൊല്ലാൻ പറ്റിയില്ല. ഇതറിഞ്ഞ സാവൂള് വീണ്ടും കുറെ വേറെ ഭൃത്യന്മാരെ അയച്ചു കൊല്ലാൻ വേണ്ടി. അവർ ചെന്നപ്പോഴും ദാവീദിന്റെ മുമ്പിൽ ചെന്നപ്പോൾ അവരും പ്രവചിക്കാൻ തുടങ്ങി. കാരണം അവരും ആത്മാവിനെ സ്വീകരിച്ചിട്ടാണ്. ഇത് അറിഞ്ഞ സാവൂള് തന്നെ അങ്ങ് നേരെ ചെന്നു കൊല്ലാൻ വേണ്ടി. ചെന്നു കഴിഞ്ഞപ്പോഴോ സാവൂളും ആത്മാവിനെ സ്വീകരിച്ച് അവനും പ്രവചിക്കാൻ തുടങ്ങിയാണ്. ഇവിടെ നോക്കുക, ഇവിടുത്തെ സംഭവം എന്താണ്? ദൈവം തെരഞ്ഞെടുത്ത ദാവീദിനെ സംരക്ഷിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി ദുഷ്ടമായ ലാക്കോടുകൂടി, ദുഷ്ടമായ ചിന്തയോടുകൂടി വരുന്നവർക്ക് പോലും ആത്മാവിനെ നൽകാൻ താൽക്കാലികമായി ആത്മാവിനെ നൽകി അവർ പ്രവചിക്കുകയും ഇവനെ കൊല്ലുന്നതിൽ നിന്ന് ഒഴിവാക്കുകയുമാണ്. അപ്പൊ ഇത് കാണുന്ന ദാവീദിന്റെ ആ മനസ്സിന്റെ ആ ചിന്തയല്ലേ വാസ്തവത്തിൽ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ എന്ന് തീക്ഷ്ണമായ ഒരു പ്രാർത്ഥനയായി ദാവീദ് ദൈവത്തിന് മുമ്പിലേക്ക് ഉയർത്തുന്നതിന്റെ അതിന്റെ ബ്യൂട്ടി, അതിന്റെ സൗന്ദര്യം നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ കണ്ട ദാവീദാണ് താൽക്കാലികമായി ആത്മാവിനെ നൽകുകയും അതിനുശേഷം വീണ്ടും ദുരാത്മാവ് പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാവൂളിനെ പോലെയുള്ളവരെ കണ്ട്, അതുപോലെ തന്നെ കൊല്ലാൻ വേണ്ടി വന്നു, പക്ഷെ അവരിലേക്ക് ആത്മാവ് പ്രവേശിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യുന്നതെല്ലാം കണ്ട ദാവീദ് പറയാണ്, എനിക്ക് അങ്ങനെ ആകരുത്, എനിക്ക് നിത്യമായി വസിക്കാൻ ഈ ആത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ എന്ന്. പുതിയ നിയമത്തിൽ മുഴുവനും നമ്മൾ കാണുന്നൊരു കാര്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. അവൻ നിത്യം വസിക്കുന്നു, നിത്യസഹായകനാണ്. ഇത് പുതിയ നിയമത്തിന്റെ ഒരു പുതിയ ഒരു അവതരണം തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ക്രിസ്തുവിലൂടെ ആവിഷ്കരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവൻ നിത്യസഹായകനാണ്. 14-ാം അധ്യായത്തിന്റെ 16-ൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പൊ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരാത്മാവല്ല, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ, എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവിന് ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പം എന്നേക്കുമായിട്ടാണ്. ഈശോ വീണ്ടും പറയുന്ന ഒരു വാക്ക് കേൾക്കാം. ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ 14:17 ഇങ്ങനെയാണ് പറയുന്നത്, ഈ ആത്മാവ് നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. അപ്പൊ നോക്കുക, യേശുവിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് ഒത്തുവസിക്കുന്നു, നമ്മളിൽ ആയിരിക്കുകയും ചെയ്യും. അത് നിത്യമായി നമ്മളിൽ വസിക്കാനും ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് പെന്തക്കോസ്താ ദിവസം ശിഷ്യന്മാരിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളിലേക്കും വിശ്വാസ സമൂഹങ്ങളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് നിത്യം വസിക്കാൻ പറ്റിയ വിധത്തിൽ ഈ ആത്മാവിന് നമ്മൾ വാതിലൊട്ടിക്കണം. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം നമ്മുടെ ഓർമ്മയിലുണ്ടാകട്ടെ. വചനം ഇങ്ങനെയാണ്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരിക്കുക. അതിന് വേദനിപ്പിക്കരുത്. അങ്ങനെ വേദനിപ്പിക്കാതിരുന്നാൽ നിത്യസഹായകനായി പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും ചെയ്യും. നമ്മൾ അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ
പുതിയ നിയമത്തിലെ അഭിഷേകത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നിത്യസഹായകനായി ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായല്ലോ. ഞങ്ങൾ കൂദാശകളിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനകളിലൂടെയും ധ്യാനങ്ങളിലൂടെയും ഒക്കെ ഞങ്ങൾ പുതുക്കി സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും വിധത്തിൽ നിർജീവമായിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഞങ്ങളിൽ വീണ്ടും അതിനെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ വീണ്ടും അവിടുന്ന് ഉപയോഗിക്കണമേ. അതിശക്തമായ ഉപകരണങ്ങളാക്കി അവിടുന്ന് ഞങ്ങളെ മാറ്റുകയും അവിടുത്തേക്കായി ഉപയോഗിക്കുകയും ചെയ്യണമേ. ആമേൻ. ഭൂസ്വർഗമാകി നിറഞ്ഞൊരു നാദം പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം അന്നമായി മന്ന ഒഴിച്ചൊരു നാദം മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം